നമസ്കാരം. വളരെ ഗുരുതരമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. സർക്കാർ തിയേറ്ററുകളിലെ CCTV ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ വന്നിരിക്കുന്നു. 2023 ഡിസംബർ 10 ഉള്ള വിഷ്വൽസ് ആണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സൈബർ പോലീസ് കൃത്യമായ അന്വേഷണത്തിൽ നിന്ന് KSFDCയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണിത്. 2023 ഡിസംബർ 10 ഉള്ള ദൃശ്യങ്ങൾ. അതേത് ദൃശ്യങ്ങൾ? തിരുവനന്തപുരത്തെ കൈരളി ശ്രീനിളയിലെ CCTV ദൃശ്യങ്ങളാണ് അശ്ലീല സൈറ്റുകളിൽ കിടക്കുന്നതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് പലരും കുടുംബവും ഒത്ത് വിശ്വസിച്ച് ഈ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുമ്പോൾ അവിടുത്തെ സൈബർ സെക്യൂരിറ്റി ഒരു തരത്തിലും അവരുടെ മാനത്തിനോ ജീവനോ പോലും വില തരുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ മാറുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളായിട്ടാണ് ഇത് വരുന്നത്. വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ല. ഇതെങ്ങനെയാണ് ഈ വിഷ്വൽസ് ഈ അശ്ലീല പോൺ സൈറ്റുകളിൽ എത്തുക, അതും പെയ്ഡ് പോൺ സൈറ്റുകളിലേക്ക് എത്തിയത് എന്നത് വ്യക്തമായി അറിയേണ്ടതുണ്ട്. സൈബർ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ തിയേറ്ററുകൾ ഏകദേശം സംസ്ഥാനത്ത് 19 എണ്ണമുണ്ട് സ്ക്രീനുകൾ. അതിൽ നിന്നും തിരുവനന്തപുരത്തെ ഈ ദൃശ്യങ്ങൾ എങ്ങനെ പോയി, എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പോയതെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. കാരണം വളരെ വീക്കായിട്ടുള്ള സെക്യൂരിറ്റിയാണ് സർക്കാർ തിയേറ്ററുകളിലുള്ളത് എന്നത് വീണ്ടും അടിവരയിടുകയാണ്. ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ദൃശ്യങ്ങൾ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ടു, ആ ദൃശ്യങ്ങൾ എങ്ങനെ പോൺ സൈറ്റുകളിൽ പോയി, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ഗുരുതരമായി തന്നെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ദ ന്യൂസ് മിനിറ്റാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത്. ന്യൂസ് മിനിറ്റ് നടത്തിയ ഒരു അന്വേഷണ പരിപാടിയാണ്, അവർ നടത്തിയ ഒരു എക്സ്ക്ലൂസീവ് അന്വേഷണമാണ്. അതിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പോൺ സൈറ്റുകളിലുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിരീക്ഷണത്തിലേക്ക് അവരെത്തുന്നതും അവർ ആ ന്യൂസ് റിപ്പോർട്ട് പുറത്തുവിടുന്നതും. അതിന് പിന്നാലെയാണ് സൈബർ സെൽ ഉൾപ്പെടെയുള്ളത് വളരെ ശക്തമായ രീതിയിൽ തന്നെ KSFDC ഓഫീസിലും ഈ തിയേറ്ററുകളിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരക്കുകയും ചെയ്തത്. അവിടെ നിന്നുകൊണ്ടാണ് 2023 ഡിസംബർ 10 ദൃശ്യങ്ങൾ ആണ് പോയിരിക്കുന്നത്, കയ്യിൽ നിന്ന് പോയതും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങൾ എങ്ങനെ പോൺ സൈറ്റുകളിൽ എത്തി എന്നുള്ള വളരെ നിർണായകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള തിയേറ്ററുകളിൽ ചോദ്യനിഴലിലാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലഭിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. എങ്ങനെ ഈ ദൃശ്യങ്ങൾ ചോർത്തപ്പെട്ടു, ഇത്രയും വീക്കായിട്ടുള്ള സെക്യൂരിറ്റിയിൽ നിന്നുകൊണ്ടാണോ ഇത്രയധികം ജനങ്ങൾ ഈ തിയേറ്ററുകളിലേക്ക് വരുന്നത് എന്നുള്ള സ്വാഭാവികമായ ചോദ്യചിഹ്നം അവിടെ ഉയരും. സ്വാഭാവികമായും ആളുകൾ ഇനി ഈ തിയേറ്ററുകളിൽ വരാതെയാകും. സർക്കാരിന് വീണ്ടും നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇതുകൊണ്ടാണ് ഇത്രയധികം വീക്ക് സെക്യൂരിറ്റി. നമുക്കറിയാം, സിനിമകളിലൂടെ സർക്കാരിന് കിട്ടുന്ന പൈസ ചെറുതൊന്നുമല്ല. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആയിട്ടും അല്ലാണ്ടുള്ള ടാക്സ്, സിനിമയിൽ നിന്ന് അല്ലാണ്ട് കിട്ടുന്ന വരുമാനം, എല്ലാ രീതിയിലും സർക്കാർ ഒരു കൊട്ടക്കണക്കിന് കാശ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത്രയധികം ലാഘവത്തോടെ കാണുന്നതാണോ എന്നുള്ള വളരെ ഗൗരവകരമായ ചോദ്യവുമാണ് ഉയർന്നിരിക്കുന്നത്. ഇനി അറിയില്ല ഇനി എത്ര ദൃശ്യങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പോയിരിക്കുന്നത്, ഏതൊക്കെ ദിവസങ്ങളിലെ ദൃശ്യങ്ങളായിരിക്കും പോയിരിക്കുന്നത്, ഏതൊക്കെ തിയേറ്ററുകളിലെ ദൃശ്യങ്ങളായിരിക്കും പോയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ ധാരണ ലഭിക്കേണ്ടതുണ്ട്. പറഞ്ഞതുപോലെ ഇത് തലസ്ഥാനത്തെ കൈരളി ശ്രീനിള തിയേറ്ററുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇനി സർക്കാർ തിയേറ്ററുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ജില്ലയിലെ വേറെ ഏതെങ്കിലും സർക്കാർ തിയേറ്ററുകളിൽ ഇതുപോലുള്ള ദൃശ്യങ്ങൾ ലീക്കായിട്ടുണ്ടോ, അതൊക്കെ ഇതുപോലുള്ള പോൺ സൈറ്റുകളിലോ അശ്ലീല സൈറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്കകൾ നിറഞ്ഞിരിക്കുന്ന സാധ്യതയാണ്. നമ്മളെല്ലാവരും ഇതുപോലെ തിയേറ്ററുകളിൽ പോയി സിനിമ കാണുന്നവരാണ്. സർക്കാർ തിയേറ്റർ ആയാലും ഏത് മൾട്ടിപ്ലക്സ് ആയാലും എങ്ങനത്തെ തിയേറ്റർ ആയാലും പോയി കാണുന്നവരാണ്. നമ്മുടെയൊക്കെ സുരക്ഷയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ ചോദ്യം സർക്കാർ നേരെയും ഉൾപ്പെടെ ഉയർന്നത്, KSFDCക്കും നേരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും സൈബർ സെൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ പല സൂചനകളും സൈബർ സെല്ലിനും ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ എങ്ങനെ പോയി, എങ്ങനെയാണ് ഇതിൽ നിന്നും ചോരപ്പെട്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ലഭിച്ചാൽ മാത്രമേ ഇതെങ്ങനെ തടയിടാൻ പറ്റൂ എന്ന് ചോദിക്കും. പക്ഷേ കൃത്യമായൊരു കാര്യം പറയാം, സൈബർ സെക്യൂരിറ്റി വീക്കാണ് എന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ചോരൽ എന്നതുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കേണ്ട ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ന്യൂസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ ഇക്കാര്യം അറിയത്തുപോലുമില്ലായിരുന്നു എന്നതും കൂടി ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ എങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ടു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ചൊരു ധാരണയും കൂടി ലഭിക്കുകയുള്ളൂ.